ഹലോ, നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോൺട്ര എൻട്രി എങ്ങനെയാണ് ടാലി സോഫ്റ്റ്വെയറിൽ റെക്കോർഡ് ചെയ്യുന്നത് എന്നതിനെ പറ്റിയാണ്. എന്താണ് കോൺട്ര എൻട്രി? ക്യാഷ് അക്കൗണ്ടിനെയും ബാങ്ക് അക്കൗണ്ടിനെയും ഒരുമിച്ച് എഫക്ട് ചെയ്യുന്ന എൻട്രികളെയാണ് കോൺട്ര എൻട്രി എന്ന് വിളിക്കുന്നത്. ഉദാഹരണത്തിന്, ക്യാഷ് ബാങ്കിൽ നിന്ന് വിഡ്രോ ചെയ്യുന്നതും ബാങ്കിലേക്ക് ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യുന്നതും കോൺട്ര എൻട്രിയുടെ ഗണത്തിൽപ്പെട്ടതാവുന്നു. കൂടാതെ ഒരു വ്യക്തിയുടെ രണ്ട് ബാങ്ക് അക്കൗണ്ട് തമ്മിലുള്ള ട്രാൻസാക്ഷനെയും കോൺട്ര എൻട്രി എന്ന് വിളിക്കുന്നു. ഇനി നമുക്ക് എങ്ങനെയാണ് കോൺട്ര എൻട്രി റെക്കോർഡ് ചെയ്യുന്നത് എന്ന് നോക്കാം. ആദ്യം തന്നെ ഡാറ്റ പാത്ത് കോപ്പി ചെയ്ത് ടാലി സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യുക. ഗേറ്റ്വേ ഓഫ് ടാലിയിൽ വൗച്ചേഴ്സ് ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ടാലി സോഫ്റ്റ്വെയറിന്റെ റൈറ്റ് സൈഡിലെ റിബണിൽ ഏതൊക്കെ വൗച്ചേഴ്സ് ക്രിയേറ്റ് ചെയ്യാം എന്നത് കാണാൻ സാധിക്കും. അതിൽ കോൺട്ര സെലക്ട് ചെയ്യുക. കോൺട്ര സെലക്ട് ചെയ്യാനുള്ള ഷോർട്ട് കീ F4 ആണ്. നമുക്ക് രണ്ട് രീതിയിൽ കോൺട്ര എൻട്രി റെക്കോർഡ് ചെയ്യാൻ സാധിക്കും. ഒന്ന് ഡബിൾ എൻട്രി അനുസരിച്ച്, രണ്ട് സിംഗിൾ എൻട്രി അനുസരിച്ച്. നമ്മൾ ഇന്നിവിടെ റെക്കോർഡ് ചെയ്യാൻ പോകുന്നത് സിംഗിൾ എൻട്രി അനുസരിച്ചാണ്. ശേഷം ഏത് ഡേറ്റിലാണോ റെക്കോർഡ് ചെയ്യുന്നത് ആ ഡേറ്റ് എൻ്റർ ചെയ്ത് കൊടുക്കുക. ആദ്യം നമ്മൾ റെക്കോർഡ് ചെയ്യാൻ പോകുന്നത് ബാങ്കിൽ നിന്ന് ക്യാഷ് വിഡ്രോ ചെയ്യുന്ന എൻട്രിയാണ്. ഇൻക്രീസ് ആവുന്ന ലെഡ്ജർ അക്കൗണ്ട് ക്യാഷ് ലെഡ്ജർ അക്കൗണ്ട് ആണ്. അതുകൊണ്ട് അക്കൗണ്ട് കോളത്തിൽ എൻ്റർ ചെയ്യേണ്ടത് ക്യാഷ് ലെഡ്ജർ അക്കൗണ്ട് ആണ്. അതിനുശേഷം ഏത് ബാങ്കിൽ നിന്നാണ് വിഡ്രോ ചെയ്യുന്നത് ആ ബാങ്ക് സെലക്ട് ചെയ്യുക. എമൗണ്ട് എൻ്റർ ചെയ്ത് കൊടുക്കുക. ചെക്ക് ഉപയോഗിച്ചാണ് ക്യാഷ് വിഡ്രോവൽ ചെയ്യുന്നത് എങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് കൊടുക്കുക. ഏതൊരു എൻട്രി റെക്കോർഡ് ചെയ്യുമ്പോഴും നറേഷൻസിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉള്ളതാണ്. അതുകൊണ്ട് നറേഷൻ വിട്ടുപോവാതെ എൻ്റർ ചെയ്യുക. ശേഷം എൻട്രി സേവ് ചെയ്യാനുള്ള ഷോർട്ട് കീ ആയ Ctrl+A അമർത്തി ട്രാൻസാക്ഷൻ സേവ് ചെയ്യുക. ഇനി നമ്മൾ റെക്കോർഡ് ചെയ്യാൻ പോകുന്നത് ബാങ്കിലേക്ക് ക്യാഷ് ഡിപ്പോസിറ്റ് ചെയ്യുന്ന എൻട്രിയാണ്. ആദ്യം നേരത്തെ ചെയ്ത പോലെ ട്രാൻസാക്ഷൻ ഡേറ്റ് എൻ്റർ ചെയ്യുക. ഇൻക്രീസ് ആവുന്ന ലെഡ്ജർ അക്കൗണ്ട് ബാങ്ക് ആയതിനാൽ ഏത് ബാങ്കിലേക്കാണോ ഡെപ്പോസിറ്റ് ചെയ്യാൻ പോകുന്നത് ആ ബാങ്ക് സെലക്ട് ചെയ്യുക. അതിനുശേഷം ക്യാഷ് ലെഡ്ജർ അക്കൗണ്ട് സെലക്ട് ചെയ്യുക. എമൗണ്ട് എൻ്റർ ചെയ്യുക. പിന്നീട് നറേഷൻ എൻ്റർ ചെയ്ത് സേവ് ചെയ്യുക. താങ്ക് യു.